കുടുംബത്തിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം എന്താണ്? എൻ്റെ അമ്മയുടെ കുടുംബം അത് പഴയ കാല ജന്മി കുടുംബമാണ്, ഒരു കോൺഗ്രസ് കുടുംബമായിരുന്നു. അച്ഛൻ ഈ വാര്യർ സമുദായത്തിൽപ്പെട്ടു. അച്ഛൻ അങ്ങനെ ഒരു പൊളിറ്റിക്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. അച്ഛൻ വളരെ ചെറുപ്പത്തിലെ ആർമിയിലൊക്കെ പോയി. അച്ഛനൊരു ലെഫ്റ്റ് താല്പര്യം ഉണ്ടായിരുന്ന ആളാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അച്ഛൻ അങ്ങനെയായിരുന്നു, ലെഫ്റ്റ് താല്പര്യം ഉണ്ടായിരുന്ന ആളായിരുന്നു. അങ്ങനെ പ്രകടമായ രാഷ്ട്രീയമൊന്നും എൻ്റെ അച്ഛനോ അമ്മയ്ക്കോ ഒന്നും ഉണ്ടായിട്ടില്ല. അവർ ഇലക്ഷൻ വോട്ട് ചെയ്യുന്നതിലപ്പുറം, അതല്ലെങ്കിൽ അമ്മയ്ക്കൊരു കോൺഗ്രസ് പശ്ചാത്തലം ഉള്ളപ്പോൾ പോലും, അമ്മ കോൺഗ്രസിന് വോട്ട് ചെയ്യുമ്പോൾ പോലും അച്ഛൻ CPM വോട്ട് ചെയ്തിരുന്നു എന്നുള്ളതാണ് എൻ്റെ അറിവ്. അവർ അങ്ങനെ വളരെ എൻ്റെ നാട്ടിലെ ഏറ്റവും വിവാദം ഉണ്ടാക്കിയ ഒരു പ്രണയ വിവാഹമായിരുന്നു വളരെ വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ അങ്ങനെ വലിയ സ്നേഹത്തിൽ കഴിഞ്ഞിട്ടുള്ളൊരു അച്ഛനും അമ്മയാണ്. അവർ തമ്മിൽ അങ്ങനെ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ അഭിപ്രായ വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ എൻ്റേതായിട്ടുള്ള രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കുകയാണ് ചെയ്തത്. അത് ഞാൻ ഹൈസ്കൂളിൽ പഠിക്കാൻ പോകുന്ന സമയത്ത് അവിടെ 2 ഓർഗനൈസേഷനേ ഉള്ളൂ, ഒന്ന് SFI ഒന്ന് MSF. അപ്പം SFIയിൽ ഉണ്ടായിരുന്ന ചില സുഹൃത്തുക്കൾ, അന്ന് MSFൻ്റെ ഏകാധിപത്യമാണ് കോളേജിൽ, സ്കൂളിൽ. അപ്പം എനിക്ക് അതിനു മുമ്പ് ഞാൻ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ പരിപാടികൾ സ്ഥിരമായിട്ട് പങ്കെടുക്കും. എൻ്റെ പരിഷത്തിൻ്റെ മറ്റേ കലാജാഥകൾ, അതല്ലെങ്കിൽ മറ്റേ ഈ വിജ്ഞാനോത്സവങ്ങൾ, അതിലേക്ക് സ്ഥിരമായിട്ട് സമ്മാനം കിട്ടുമായിരുന്നു. യുറേക്ക വിജ്ഞാനോത്സവം എന്നൊക്കെ പറഞ്ഞ് കുറേ പരിപാടികൾ കുട്ടികളെ ആകർഷിക്കുന്നു. അപ്പോൾ അതിലെല്ലാം സ്ഥിരമായി പോയിരുന്നു. അപ്പോൾ എനിക്കൊരു ലെഫ്റ്റ് താല്പര്യം ഉണ്ടായിരുന്നു. അപ്പം അന്ന് 91 ഗൾഫ് വാറൊക്കെ നടക്കുന്ന സമയത്ത് ഈ ഇടതുപക്ഷ ആശയം ഉള്ള കുട്ടികളൊക്കെ ഇറാഖിൻ്റെ കൂടെയും, അപ്പുറത്ത് എൻ്റെ തന്നെ വീട്ടിൽ അമ്മയുടെ കുടുംബത്തിൽപ്പെട്ട മറ്റു കുട്ടികളൊക്കെ അമേരിക്കയുടെ കൂടെയൊക്കെ ആയിട്ട് അവർ പാട്രിയറ്റ് മിസൈൽ ഉണ്ടാക്കുമ്പോൾ നമ്മൾ സ്കഡ് മിസൈൽ ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ കളിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ സദ്ദാം ഹുസൈനെ ആരാധിക്കുന്നു, അവർ ജോർജ് ബുഷിനെ ആരാധിക്കുന്നു, അങ്ങനെ ഉള്ളതുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അന്ന് ലെഫ്റ്റാണ് താല്പര്യം. അപ്പോൾ അതെന്തുകൊണ്ടും അങ്ങനെ വന്നു. പിന്നെ എനിക്ക് വന്നത് 89 VP സിംഗ് പ്രൈം മിനിസ്റ്റർ ആവുന്ന 89. അപ്പോൾ ആ ഇലക്ഷനൊക്കെയാണ് എൻ്റെ മനസ്സിൽ വളരെ ശക്തമായി നിൽക്കുന്ന ഒരു ഇലക്ഷനൊക്കെ. അന്ന് എനിക്ക് തോന്നുന്നത് കോൺഗ്രസ് അധികാരത്തിൽ നിന്ന് പുറത്തു പോകുന്ന സാഹചര്യം, മറ്റേ ബോഫേഴ്സിന് ശേഷമുള്ള പിന്നെ രാഷ്ട്രീയ സാഹചര്യം. അപ്പോൾ അന്നൊക്കെ എൻ്റെ വീട്ടിലിങ്ങനെ അച്ഛനും ഒക്കെ ഇങ്ങനെ രാഷ്ട്രീയം പറയുന്നത് കേട്ടിട്ട് എനിക്ക് ലെഫ്റ്റിനോട് താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഹൈസ്കൂളിലെത്തിയപ്പോൾ സ്വാഭാവികമായിട്ടും SFIയിൽ ജോയിൻ ചെയ്യുക, കാരണം കുറേ സുഹൃത്തുക്കൾ അതിലുള്ളത്. അവിടെ പോയിട്ട് SFIയുടെ സ്ഥാനാർത്ഥിയായിട്ട് കണ്ടസ്റ്റ് ചെയ്തു. കാരണം അവിടെ SFI ജയിക്കാൻ ഒരു സാധ്യതയില്ലാത്തൊരു സ്ഥലമായിരുന്നു. അവിടെ പോയി കണ്ടസ്റ്റ് ചെയ്തു. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇനി ഐഡിയോളജിക്കലി ഏറ്റവും ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്ന BJPയിലേക്കുള്ള അത് എനിക്ക് തോന്നുന്നു ഞാൻ ഈ ഹൈസ്കൂൾ കാലഘട്ടത്തിൽ തന്നെയാണ്, അത് കഴിഞ്ഞ് ആ സമയത്ത് തന്നെയാണ് നമ്മുടെ അന്ന് നമ്മളൊരു വായന എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇന്ത്യ ടുഡേ, അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പം വരുന്ന അച്ഛൻ ഒരുപാട് പുസ്തകങ്ങളൊക്കെ കൊണ്ടുവരായിരുന്നു വീട്ടിൽ. അച്ഛൻ അന്ന് സ്റ്റേഷൻ മാസ്റ്റർ, ആദ്യം ആർമിയിലായിരുന്നു, പിന്നെ റെയിൽവേ സ്റ്റേഷൻ മാസ്റ്റർ. അച്ഛൻ ഒരുപാട് പുസ്തകങ്ങൾ കിട്ടും, പിന്നെ റെയിൽവേയിൽ വരുമല്ലോ പുസ്തകങ്ങളൊക്കെ വരും, ഇതെല്ലാം വീട്ടിൽ കൊണ്ടുവരും. പിന്നെ മാതൃഭൂമി വീക്കിലി എനിക്കൊന്നൊരു 30-40 വർഷത്തെ മാതൃഭൂമി വീക്കിലി വീട്ടിൽ സ്റ്റോക്ക് അങ്ങനെ. അപ്പോൾ വായന ധാരാളം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഈ ഇന്ത്യയിൽ 90s ഒരു രാഷ്ട്രീയ അനിശ്ചിതത്വം ഉണ്ടായിരുന്നല്ലോ ഇന്ത്യയിൽ. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു അന്നത്തെ കുട്ടികളുടെ ഇടയിലൊക്കെ മനസ്സിലൊക്കെ നമ്മുടെ രാജ്യം എങ്ങോട്ടാണ് പോകുന്നത് എന്നൊരു ആശങ്ക ഉണ്ടായിരുന്നു. അപ്പോൾ അന്നൊരു പ്രതീക്ഷയായിട്ടുണ്ടായിരുന്നത് എന്താ പറയുക, കറപ്റ്റ് അല്ലാത്ത ഡിസിസീവായിട്ടുള്ള ഒരു സ്ട്രൈറ്റ് ലീഡർഷിപ്പ് ഉള്ളൊരു പൊളിറ്റിക്കൽ പാർട്ടി, അടൽ ബിഹാരി വാജ്പേയി എന്ന് പറയുന്ന ഒരു ഭയങ്കര ഒറേറ്റർ. അന്ന് അച്ഛൻ്റെ ഒരു വാക്കുകൂടി എന്നെ അതിലേക്ക് ആകർഷിച്ചു. അച്ഛൻ ഒരു തവണ പറഞ്ഞത്, അച്ഛൻ എനിക്ക് തോന്നുന്നത് ഡൽഹിയിൽ, അന്ന് അച്ഛൻ എക്സ്റ്റേണൽ അഫയേഴ്സിലാണ്, ആർമിയിൽ നിന്ന് വിട്ടിട്ട് റെയിൽവേയിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് അച്ഛൻ 1 വർഷക്കാലം എക്സ്റ്റേണൽ അഫയേഴ്സിലുണ്ട്. ആ സമയത്ത് രാംലീല മൈതാനിൽ അടൽജിയുടെ സ്പീച്ച് കേട്ടതിനെ കുറിച്ച് അച്ഛൻ ദിവസം പറഞ്ഞു. അപ്പോൾ അച്ഛൻ ഈ ഹിന്ദിയിലും ഒക്കെ നല്ല ഗ്രാഹ്യമുള്ള ആളാണ്. അപ്പോൾ അച്ഛൻ പറഞ്ഞ ഈ കവിത തുളുമ്പുന്നത് പോലെയാണ് അടൽജിയുടെ പ്രസംഗം എന്നൊക്കെ പറഞ്ഞിട്ട് കയ്യൊക്കെ ഇങ്ങനെ വീശിയിട്ടുള്ള വാജ്പേയിയുടെ പ്രസംഗത്തെക്കുറിച്ചിട്ട് അച്ഛനും എന്തോ ഒരു തവണ യാദൃശ്യമായിട്ട് പറഞ്ഞു. പിന്നീട് എനിക്ക് വന്നത് മനോരമയുടെ എഡിറ്റോറിയലോ ആരോ ഈ അടൽജിയുടെ സ്പീച്ചിനെ കുറിച്ചൊരു ഗംഭീര ആർട്ടിക്കിൾ എഴുതിയിരുന്നു. വാജ്പേയി ഇങ്ങനെ പ്രൈം മിനിസ്റ്റർഷിപ്പിക്ക് വരും, അബ് കി ബാരി അടൽ ബിഹാരി എന്ന് പറഞ്ഞിട്ട് BJPയുടെ ക്യാമ്പയിനൊക്കെ നടക്കുന്ന സാഹചര്യം കൂടിയാണ്. ഞാനിങ്ങനെ ഇതറിയാൻ വേണ്ടിയിട്ട് വായിക്കും, വാജ്പേയിയെ കുറിച്ച് അറിയാൻ വേണ്ടി വായിക്കും. അപ്പോൾ വാജ്പേയി, അഡ്വാനി, ജോഷി ത്രയം ആ സമയത്ത്. അപ്പോൾ ഇന്ത്യക്ക് ഒരു ചേഞ്ച് ഉണ്ടാവാൻ പുതിയൊരു ഇവരെ കൊണ്ട് കഴിയുമെന്നൊരു തോന്നൽ അന്നത്തെ സാഹചര്യം ഉണ്ടായി. അങ്ങനെയാണ് BJPക്ക് ഒരു ആകർഷണം ഉണ്ടായത്. അങ്ങനെ ജോയിൻ ചെയ്തല്ല, അന്ന് ഞാനൊരു BJPക്കാരായി മാറി. പിന്നീട് ഞാൻ BJPയുടെ ഒരു പൊസിഷനിലെത്തുന്ന ഒരു പ്രവർത്തനമായി മാറുന്നത് വളരെ ലേറ്റാണ്. അന്നൊന്നും എന്നെ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കൊന്നുമില്ല. പക്ഷെ മാനസാന്തരം സംഭവിക്കുക എന്ന് പറയില്ലേ,
ആ ഒരു മാനസാന്തരം സംഭവിക്കുന്ന സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു ഹൈസ്കൂൾ കാലഘട്ടത്തിൽ SFI കഴിഞ്ഞ ഉടനെ ആ സമയത്ത് തന്നെ സംഭവിക്കുന്നു. പിന്നീട് ഞാനൊരു ഒരു ആക്റ്റീവ് ഒരു പൊളിറ്റിക്സിക്കൊക്കെ വരുന്നത് കോളേജിലേക്ക് പ്രീ ഡിഗ്രി കാലഘട്ടം കഴിഞ്ഞ ഉടനെയാണ് ഞാൻ കുറച്ചൊക്കെ പ്രവർത്തനത്തിൽ യുവമോർച്ചയുടെ ഒരു ചുമതലയ്ക്കൊക്കെ സാധാരണ പഞ്ചായത്ത് ചുമതലയ്ക്കൊക്കെ വരുന്നത്. പക്ഷെ അന്ന് ഞങ്ങളുടെ നാട്ടിൽ BJP ഇല്ല. BJP വളരെ കുറച്ചാണുള്ളത്. ഒരു വിരലിലെണ്ണാവുന്ന വോട്ടാണ് വാർഡിലൊക്കെ കിട്ടുക. അതിലപ്പുറം ഒന്നും BJP ഇല്ല. പക്ഷെ എന്നാലും പിന്നെ അന്ന് അപ്പോഴേക്ക് വാജ്പേയിയുടെ ഫസ്റ്റ് ഗവൺമെൻറ് വന്നു. ന്യൂക്ലിയർ സ്ഫോടനം കാര്യങ്ങളുണ്ടായി. ആദ്യം 13 ദിവസത്തെ വന്നു, പിന്നെ 13 മാസത്തെ വന്നു. ആ സമയത്തൊക്കെ എനിക്ക് ഭയങ്കര താല്പര്യമായിരുന്നു. ഫസ്റ്റ് ഗവൺമെൻറ്റിൻ്റെ അച്ഛൻ അതിനെക്കുറിച്ചും പറഞ്ഞിട്ടിരുന്നു. ആദ്യത്തെ 13 ദിവസത്തെ സർക്കാരിലെ മന്ത്രിമാരുടെ ഒരു പോർട്ട്ഫോളിയോസ് എനിക്ക് തോന്നുന്നു അവരെല്ലാം ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും ഘനഗംഭീരന്മാരായിട്ടുള്ള ആളുകളാണ്. 13 ദിവസത്തെ ഇതിലുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചും അതെങ്ങനെ പ്രമോദ് മഹാജൻ അത് എന്തുകൊണ്ട് 13 ദിവസത്തെ ചൂസ് ചെയ്തു, ഗവൺമെൻറ് എടുക്കണം, ഒരിക്കലും ഭൂരിപക്ഷം ഉണ്ടാവില്ല എന്നറിഞ്ഞിട്ട് പോലും 13 ദിവസത്തെ എന്തിന് ഭരണം ഏറ്റെടുത്തു അതിനെക്കുറിച്ചൊക്കെ. അപ്പോൾ ആ ഒരു സ്ട്രാറ്റജി കാണുന്ന സമയത്ത് നമുക്കൊരു താല്പര്യം തോന്നുന്നു. അങ്ങനെ താല്പര്യം തോന്നി.